വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇപ്പോൾ വ്യാപകമായി ഉയരുകയാണ്. പല ആളുകളും ചോദിക്കുന്നു, പല പ്രേക്ഷകരും നമ്മുടെ യൂട്യൂബ് വഴി ചോദിക്കുന്നു, ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ നിയമവശമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സുരേഷ് ഗോപിയും പറഞ്ഞത് അതിൻ്റെ നിയമവശം പരിശോധിക്കുമെന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഒരു അപകടത്തെ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്? ഗോകുൽ രവി ഒരു എക്സ്പ്ലെയിനറുമായി വിശദാംശങ്ങൾ നൽകും. ഓവർ ടു ഗോകുൽ രവി. ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിലെ നമുക്ക് സാധാരണമായൊരു ദുരന്തത്തെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചർച്ച ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടുമോ, വയനാട്ടിലെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടുമോ എന്നതാണ് ആകാംക്ഷ. അതൊരു രാഷ്ട്രീയ കൗതുകം കൂടി ഒരു വശത്ത് ഒളിപ്പിക്കുന്നുമുണ്ട്. എങ്ങനെയാണ് ഒരു അപകടത്തെ അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭത്തെ ദേശീയ ദുരന്തമായി കണക്കാക്കുന്നത്? അത്തരത്തിലൊരു പ്രഖ്യാപനവും അതിനെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക, അതിലേക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. വയനാട് ദുരന്തം, അവിടുത്തെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെതാണ് തീരുമാനം വരേണ്ടത്. ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ കാര്യവും അതിൽ നിയമവശങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം വിശദമായ മാനദണ്ഡങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുക. ഇനി എന്തൊക്കെയാണ് ആ മാനദണ്ഡങ്ങൾ? സംസ്ഥാനത്തെ 1/3 ജനതയെ ഈ ദുരന്തം ബാധിക്കണം. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പറഞ്ഞാൽ 3.25 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നമ്മുടെ ജനസംഖ്യയുടെ 1/3 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1 കോടിയിലധികം ജനങ്ങളെ ഇത് ബാധിക്കണം എന്നതാണ് ഒരു മാനദണ്ഡം. ഒരു കാരണവശാലും ഈ സാഹചര്യത്തിൽ അത് നമുക്ക് ബാധകമായി വരികയില്ല. അപ്പോഴാണ് രണ്ടാമത്തെ അതിൻ്റെ മാനദണ്ഡം, ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും പ്രധാന ഘടകമാകുന്നു. അതിലേറ്റവും ശ്രദ്ധേയം, അത് വ്യക്തമായി നിർവചിച്ചിട്ടില്ല. അത് ആഴവും വ്യാപ്തിയും എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, എത്രത്തോളം അഫക്റ്റഡ് ആണ് എന്ന് തീരുമാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ്, സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ ആ മാനദണ്ഡത്തിലാണ് കേരളത്തിൻ്റെ പ്രതീക്ഷയും. ഇനി രക്ഷാദൗത്യവും പുനരധിവാസവും സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്നതാണ് അടുത്തതായി പരിഗണിക്കുന്ന മാനദണ്ഡം. കേരളത്തിന് ഒറ്റയ്ക്ക് ആ പ്രദേശത്തെ മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ പുനർനിർമ്മിക്കാനാകുമോ, അതിനുള്ള വിഭവശേഷി സംസ്ഥാനത്തിനുണ്ടോ എന്നതാണ്. സാമ്പത്തികമായും മറ്റ് വിഭവങ്ങളുമൊക്കെ സംസ്ഥാനത്തിന് ലഭ്യമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളിൽ നിന്നൊക്കെ അത് ലഭിക്കുമോ എന്നതാണ് പരിഗണിക്കപ്പെടുന്ന 4ാമത്തെ മാനദണ്ഡം. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം സർക്കാർ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആവശ്യപ്പെടുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. അത്തരത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ കേന്ദ്ര സഹായം കൂടുതലായി ലഭിക്കും. അതിൽ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പ്രത്യേക ദുരന്ത സഹായ നിധി രൂപീകരിക്കും. ആ നിധിയിൽ, ആ സഹായത്തിൽ 75% കേന്ദ്ര വിഹിതമായിരിക്കും, 25% മാത്രമായിരിക്കും കേരളത്തിൻ്റെതായ അതിൽ വിഹിതമായി ഉൾപ്പെടുത്തേണ്ടി വരിക. ഇനി കേന്ദ്രം നൽകുന്ന ഈ വിഹിതം അല്ലെങ്കിൽ ഈ ദുരന്ത സഹായ നിധി അത് പോരാതെ വന്നാൽ, പര്യാപ്തമല്ല എങ്കിൽ അധികമായും കേന്ദ്രം പണം നൽകുമെന്നതാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ വയനാടിനടക്കം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സാമ്പത്തിക സഹായത്തിൻ്റെ തോത് എന്ന് പറയുന്നത്. ഇനി അതുവഴി ലഭിക്കുന്ന ദുരന്തബാധിതർക്ക് ലഭിക്കുന്ന കുറേ ആനുകൂല്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ദുരിതബാധിതർക്ക് പുതിയ വായ്പകൾക്ക് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക വായ്പകൾക്ക് അവസരം ലഭിക്കും. അതുപോലെ തന്നെ നിലവിലുള്ള വായ്പകളിൽ തിരിച്ചടവിന് ഇളവ് ലഭിക്കും. ഇന്നലെ കൂടിയും ഇന്നും നമ്മളുടെ ലൈവുകളിൽ പറഞ്ഞ ഒരുപാട് ദുരിതബാധിതർ ക്യാമ്പുകളിൽ കഴിയുന്നവർ പറയുന്നുണ്ട് വലിയ കടബാധ്യതയുണ്ട്, അതൊക്കെ ഇനി എങ്ങനെ അടച്ചു തീർക്കുമെന്ന് ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച സുധാകരൻ അടക്കം പറഞ്ഞതാണ്. ആ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 200-ലേറെ പേർ ഇപ്പോഴും കാണാതായ, 600 വീടുകൾ നഷ്ടപ്പെട്ട, ഏതാണ്ട് 354 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ച വയനാട് ദുരന്തം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ രവിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.